Hi everyone, welcome back to Kavitha Sugar and Spice. നമ്മൾ ഇന്ന് ഒരു ഫലൂഡയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫലൂഡ ശരിക്കും പറഞ്ഞാൽ പേർഷ്യയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്. പിന്നെ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫലൂഡ റെസിപ്പി മുഗൾസ് ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇത് നമുക്കൊരു സമ്മർ ഡ്രിങ്ക് ആയിട്ടോ ഡെസേർട്ടായിട്ടോ മാത്രമല്ല, നമുക്ക് ഇതൊരു മെയിൻ മീലായിട്ട് വരെ വേണമെന്ന് വെച്ചാൽ കഴിക്കാം. കാരണം ഇതിൽ ഐസ്ക്രീം ഉണ്ട്, നട്ട്സും വെർമിസലി, റോസ് മിൽക്ക്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള കാരണം നിങ്ങൾക്ക് ഇതൊരു ഹെവി മീലായിട്ട് വരെ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ തക്മരിയ അഥവാ സബ്ജ സീഡ്സ് ഉള്ള കാരണം തന്നെ ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നന്നായി തണുപ്പിക്കും. അതുകൊണ്ട് തന്നെ സമ്മറിൽ ഇതൊരു ബെസ്റ്റ് സാധനമാണ്. എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് വെള്ളമെടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു പിടി വെർമിസെല്ലി ഇതിലിടാം. ഇതിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ്സിന് കണക്കായിട്ടാണ് ചെയ്യുന്നത്. അതൊരു ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ തിളപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു ഫുൾ ടീസ്പൂൺ തക്മരിയ അല്ലെങ്കിൽ സബ്ജ സീഡ്സ് അത് ഒഴിച്ചിട്ട് അതിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം. സാധാരണ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് നേരം കൊണ്ട് തന്നെ അത് സോഫ്റ്റായി വീർത്ത് വരും. 2 മിനിറ്റ് വെർമിസെല്ലി വേവിക്കേണ്ട ആവശ്യമുണ്ടായുള്ളൂ. അപ്പോഴേക്കും അത് വെന്തു. അപ്പോൾ അതിന് ശേഷം നമുക്കതിൽ അതിനെ വെള്ളം ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ലിയിലേക്ക് 1 ടേബിൾ സ്പൂണോളം റോസ് എസൻസ് ആഡ് ചെയ്യാണ്. അതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചൂടുള്ളപ്പോൾ തന്നെ ആഡ് ചെയ്യണം, കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുമ്പോൾ പിന്നെ അതൊക്കെ ഒട്ടിപ്പിടിക്കും. ഒരിത്തിരിയും കൂടി ആഡ് ചെയ്യാതെ അതതിൽ സോക്കാവട്ടെ. നമുക്കത് മാറ്റി വയ്ക്കാം. പാത്രത്തിൽ നമുക്ക് 1 കപ്പ് പാല് തിളപ്പിക്കണം. പാല് തിളച്ച് കഴിയുമ്പം നമുക്കതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം കുറച്ച് നേരം കഴിഞ്ഞു. നമ്മുടെ തക്മരിയ അല്ലെങ്കിൽ സബ്ജ സീഡ്സ് ഫുൾ നന്നായി സോക്കായി ഇതാ ഇങ്ങനെയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വെർമിസെല്ലിയിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് തണുത്ത പാലൊഴിക്കാം. ഒരു 1/4 കപ്പ് അങ്ങനെ ഒഴിക്കാം. ഈ സമയം കൊണ്ട് ഇതിൻ്റെ ഈ കളറ് ഈ പിങ്ക് കളറായി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പാലൊഴിക്കാതിരുന്നത്. ഇനിയിപ്പം പാലൊഴിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ ഡ്രൈ ആയിപ്പോവും. അപ്പം നമുക്ക് നോക്കിയിട്ട് അത് സോക്കായി കിടക്കുന്ന വിധത്തിൽ കുറച്ച് പാലൊഴിക്കാം. അതിൽ ഇത്രയും മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാലിനകത്ത് നമ്മളിപ്പോൾ റോസ് സിറപ്പ് ഒഴിക്കും. അപ്പം അതിൽ തന്നെ വേണമെങ്കിൽ വെക്കാവുന്നതാണ് ഈ വെർമിസെല്ലിയെ. പക്ഷേ ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അളവിൽ ഇങ്ങനെ എടുത്തിടാൻ ഇങ്ങനെ സെപ്പറേറ്റ് വെക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഈ പാലിലേക്ക് നമുക്ക് 1, 2 മിക്സ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ 1 ടീസ്പൂണും കൂടി 1 ടേബിൾ സ്പൂണും കൂടി ഒഴിക്കാം. ഇത്രയും മതി. ഓൾറെഡി മധുരം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പം ഈ 3 സാധനങ്ങളെയും നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മുടെ പരിപാടി തുടങ്ങുക. അങ്ങനെ നമുക്കിത് അറേഞ്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ 1 സ്കൂപ്പ് വെനില ഐസ്ക്രീം ഇടുകയാണ് അതിലേക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തക്മരിയ ഇടാം. അത് നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം 1-1.5 ടീസ്പൂൺ അങ്ങനെയാണ് ഇടുന്നത്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഇനി നെക്സ്റ്റ് അതിലേക്ക് നമ്മൾ റോസ് മിൽക്കിൽ കുതിർത്തി വെച്ച വെർമിസെല്ലി. എല്ലാറ്റിനും അങ്ങനെ ഒരു ഭയങ്കര അളവൊന്നുമില്ല. ഒക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ ഏതാ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇതൊരു ബേസിക് അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണോളം തക്മരിയ. പിന്നെ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇടുകയാണ്. പല കളേഴ്സായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി.
അതിട്ടു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂസ് ഇടാം, വേറെ നട്ട്സ് വേണമെങ്കിൽ അത് ഇടാം, ഡേറ്റ്സ് ഇടാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കാഷ്യൂ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കലക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച റോസ് മിൽക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിക്കുക. അപ്പോൾ അത് ഒന്ന് സോക്കാവാനായിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രോസസ്സ് ആദ്യം റിപ്പീറ്റ് ചെയ്യാം. ഇനി ഒരു ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ ഇത്രയും മതിയാവും ഒരാൾക്ക്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഒരു അളവനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് തക്മറിയും വെർമിസെല്ലിയും ഒക്കെ ഇടുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറും ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ മേലെ റോസ് മിൽക്കും കൂടി ഒഴിച്ചതിന് ശേഷം ഞാനിപ്പം ഇതിൽ കുറച്ചും കൂടി ഒരു നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആഡ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ ഓപ്ഷണലാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഫൈനലായിട്ട് നമ്മൾ റോസ് സിറപ്പ് ഡയറക്റ്റായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അതൊരു ആഡഡ് ഫ്ലേവറാണ്. റോസ് മിൽക്ക് കൂടാതെ കുറച്ച് 1 ടീസ്പൂൺ അങ്ങനെ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫലൂഡ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.